ഞാൻ കണ്ടില്ല എന്തിനത് എന്തിനത്. ഈ സ്ഥലം കണ്ടിട്ട് എവിടെയാണെന്ന് മനസ്സിലായോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചീനവലയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് വാഗമണാണ്. ഇന്ന് കാർത്തികേയൻ്റെ ആനിവേഴ്സറിയാണ്, കാർത്തികേയൻ്റെ വർഷയുടെ. അപ്പോൾ ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതേ റെഡി ആയിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കണം ആദ്യം, അതാണ് മെയിൻ പരിപാടി. ബിക്കോസ് നല്ല വിശപ്പുണ്ട്. രാവിലെ എണീറ്റു, കാര്യം നമ്മൾ ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 2-2:30 ഒക്കെ ആയി. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഗുഡ് മോർണിംഗ്. കഞ്ഞി എടുക്കാൻ പാത്രോ? ഞാൻ താഴെ വന്നാലേ കഴുകാൻ പറ്റുള്ളൂ. ഹായ് പറയും. അല്ല, ഞാൻ താഴെ വന്നാലേ കഴുകാനേ പറ്റുള്ളൂ. ഐ നീഡ് ടു കം. ഹായ്. അവരിറങ്ങിയ എവിടെ? നിക്കി. ഗുഡ് മോർണിംഗ്. വാ, എന്തെയ്യുന്നു? ഉറങ്ങണ? ഇവനൂടെ സുഖം ഉറക്കം ഇവന് ഉറങ്ങണം. എടുത്തോണ്ട് വരാം. അയ്യോ, ദേ നമ്മുടെ വാവ ഇവിടെ കിടന്ന് സുഖം ഉറക്കം. രാവിലെ കാർത്തികേയൻ്റെ വർഷങ്ങളെ വന്ന് വിളിച്ചതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത്. രാവിലെ ഉറക്കൊന്നും ശരിയായില്ലല്ലേ? തിരിഞ്ഞിരുന്നിട്ട് വഴക്കുറ. ആ മുഖത്തോട്ട് നോക്കിട്ട് വഴക്കുറ. അതെ, രാവിലെ 7 മണിക്ക് വന്ന് ഭയങ്കര ഹെൽപ്പായിരുന്നു. രാവിലെ വന്ന നിങ്ങളെ വിളിക്കാനും വന്ന വാവ എണീറ്റ ഇല്ല, അവരെ വാവ എഴുന്നേറ്റില്ല. നിങ്ങൾ ലേറ്റ് ആയോണ്ടാണ്. സോനു ചേട്ടൻ പെട്ടെന്ന് തുറന്നു, അതുകൊണ്ട് വാവ എഴുന്നേറ്റില്ല. നമ്മളെയാണ് ഈ പറയണം. കൊട്ടി വിളിച്ചോണർത്തിയത്. പിന്നെ വിളിച്ചോണർത്താതെ പോത്ത് കണക്ക് 12 മണി വരെ കിടന്നോടി. എനക്ക് ഈ കൊച്ച് കണ്ടാ ഇരുന്നത് ഉറക്കത്തൂടെ കണ്ടാവൻ. അതിന് നീ എന്തിനാ ഉണർത്തിയത്? ഞാനല്ല ഉണർത്തിയത്, നിങ്ങളുടെ കൊട്ടിലാണ് ഉണർന്നത്. എന്തിനാ നീ കൊട്ടി ഉണർന്നത്? ഇവരെ കൊച്ചുണർന്നില്ല. ഇവരുടെ കൊച്ചുണർന്നില്ലല്ലോ. ഒരു കൊട്ടി തന്നെ ചേട്ടൻ എണീറ്റ് വന്നു, ഓടി വന്ന് തുറന്ന് ഇത് കുംഭകർണനെയും കർണിയും പോലെ കിടന്ന് ഉറങ്ങിയിട്ട് മനുഷ്യൻ വിളിച്ച എഴുന്നേക്കണ്ടേ? നമുക്ക് വാഗമണ്ണി പോണ്ടേ? അവിടെ ചെന്ന് നമുക്ക് അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് മുഖ്യം വെക്കില്ലേ? നമ്മള് കഴിച്ചു ചുമ്മാണ്ടല്ല. ഞാനും കഴിച്ചു. നീ പഴം തന്നെ കഴിച്ചേ? ഞാനൊരു ചെറുപഴം കഴിച്ചു, അതിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ലതാ, പോണ വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ നിർത്തേണ്ടി വരുമെന്നേ ഉള്ളൂ. എന്ത് പരിപാടി? നമ്മൾ എന്ത് ചെയ്യുക? വെയില് കഴിയുകയാണോ? നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കണം പോണതിന് മുന്നേ. കുറച്ചുകൂടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങും. അതെ 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 അതെ, നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങളിതേ ഇപ്പോൾ ഫോറം മോളിൽ നിൽക്കുക. വർഷയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നത്. അല്ല, ഇനി മുന്നേ ഫുഡ് കഴിക്കണം. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു, ഇനി ഡ്രസ്സ് എടുക്കണം. മാക്സിൽ എനിക്ക് തോന്നുന്നുണ്ടോ, ഇന്നലെ പോയിട്ടില്ലായിരുന്നു. താഴോട്ടെന്നാ പറഞ്ഞത്, താഴോട്ട് പോയിട്ട് വരാം. വർഷയ്ക്ക് തന്നെ വർഷയുടെ അടുത്ത് ചോദിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ എന്ത് ബുദ്ധിമാനാണ്. അതിപ്പോ സെറ്റാക്കാം, താഴെ ഏതെങ്കിലും ഷോപ്സ് ഉണ്ടാവും. സോ അവിടെ ഷോപ്പർ സ്റ്റോപ്പും ലൈഫ് സ്റ്റൈലും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ കിട്ടാനാണ് ചാൻസ്. ജാക്കറ്റ് ഇല്ല, ചാൻസ് ഇല്ല. ഓക്കെ, എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും എടുക്കണമെന്നായിരുന്നു. കാർത്തികേയൻ്റെ ഡ്രസ്സായി, വർഷയ്ക്ക് ഡ്രസ്സായില്ല. അപ്പം അതിനെ പോയി നമുക്ക് തപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, ഇവന് നല്ല വിശപ്പുണ്ട്. ഞാൻ ഫോറം മോളിൽ ഇതിപ്പോൾ 2ാമത്തെ ടൈം പറഞ്ഞത്. ഷോപ്പർ സ്റ്റോപ്പിൽ ഉണ്ടായിരിക്കും, നോക്കാം. നമ്മളിത് ലൈഫ് സ്റ്റൈലിലെത്തി. അവിടെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇനി ഇവിടെ കുറച്ച് തപ്പട്ടെ. പാർട്ടി വെയർ ആയതുകൊണ്ട് കിട്ടാൻ ഇച്ചിരി പാടാ. പക്ഷെ ഇവിടെ എല്ലാം സെയിൽ നടക്കുക കേട്ടോ, എല്ലായിടത്തും സെയിലാണ്. ലെറ്റ്സ് സീ.
നന്ദുചേട്ടന് മിന്നാ മിനിങ്ങുള്ള ഡ്രസ്സ് വേണം. സിമ്പിൾ ആയി പോയി. അതെ മിന്നാ മിനിങ്ങുള്ള ഡ്രസ്സ് വേണം. ഞാൻ മറ്റേ പാർട്ടി ഇവനിങ് ഒരു ഡിന്നർ ഇടാൻ പറ്റി പ്ലെയിൻ ആയിട്ടുള്ള എന്നാൽ പാർട്ടി വേറെ തോന്നുന്ന മാതിരത്തെയാണ് വേണ്ടേ. പക്ഷെ ചേട്ടന് മിന്നാ മിനിങ്ങുള്ളത് വേണം മസ്റ്റ്. കൊറേ മിന്നാ മിനിങ്ങുള്ള എടുത്തോണ്ട് അതിന് അന്തോട്ട്. ഓ മൈ ഗോഡ്, ഇതിനിപ്പോ എങ്ങോട്ട് പോവും? അതാണ് പ്രശ്നം. അവിടെ കിട്ടിയില്ലേ വീണ്ടും താഴോട്ട് വരേണ്ടി വരും. അതൊരു സത്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പ്രഗ്നൻസി സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സാണ് എൻ്റെ കയ്യിൽ ഇരിക്കണേ. അതെനിക്ക് ചിലപ്പോൾ ലൂസായിരിക്കും. എന്ത് പറയട്ടെ. ഓക്കെ, നമ്മുടെ ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് എല്ലാവരും തിന്നു കഴിഞ്ഞ് പോവുകയും ചെയ്തതാ. നമ്മൾ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്യുന്നത്. ഞാൻ ബട്ടർ മസാല ദോശ. നീ ഫുഡ് കഴിക്കട്ടെ, വിശക്കണം നല്ലപോലെ. നീ ഒന്ന് കഴിക്കട്ടെ. നമ്മള് കൊച്ചി കറക്കാൻ പറഞ്ഞേക്കാണ്. എങ്ങനെയുണ്ട് കൊച്ചി ചേട്ടാ? ഞാൻ മാത്രം ഇറങ്ങി 2 ഡ്രസ് സമയത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമില്ല. വണ്ടി കയറിക്ക് വന്നു. കൊച്ചി കണ്ടു കഴിഞ്ഞല്ലോ. വാ നമുക്ക് ഇനി വാഗമൺ കാണാം. അവരങ്ങോട്ട് പോയി. കണ്ണൻചേട്ടൻ അവിടെ കാറിലുണ്ട്. വാഗമൺ കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണൂല. അവിടെ ആക്ച്വലി നമ്മൾ ചെറിയായിട്ട് ഒരു പർച്ചേസ് ചെയ്യാൻ ഡെക്കത്രോളൊന്നും. വ്ലോഗ് ചെയ്തോണ്ടിരിക്കണേ. ഹലോ ഹലോ ഇന്ന് കൊച്ചി കാണാന്ന് വിചാരിച്ചു. കൊച്ചി കണ്ടോ? ഇനി നമുക്ക് വാഗമൺ കാണാൻ പോവാം. രാത്രിയെങ്കിലും എത്തിയാൽ മതി. നമ്മളെ വാഗമൺ പോയിട്ട് നാളെ തിരിച്ചു വരാറാവും. ഇപ്പൊ തന്നെ അതിന് വേണ്ടിട്ട് 50,000 രൂപ പർച്ചേസ്. തണുപ്പത്തിന് എന്ത് ചെയ്യും അല്ലേ? ഒന്നും ചെയ്യാൻ. എന്നാലും വാഗമണല്ലേ പോണത്. നമുക്ക് ഇന്ന് ശ്രീലക്ഷ്മി തണുത്ത് വിറച്ചിരിക്കണത് കാണാം. അല്ല, പിപിക്ക് തണുപ്പ് ഓക്കെയാണ്. എനിക്ക് AC പറ്റൂല. പക്ഷെ ക്ലൈമറ്റിക് തണുപ്പ് എനിക്ക് പറ്റും. മനസ്സിലായ? നാച്ചുറൽ അത് പ്രത്യേകത ഒരു ജീവിതമാണല്ലോ. AC പറ്റൂല, പക്ഷെ ക്ലൈമറ്റിക് കട്ടിയാണ്. കട്ടിയാണ്. AC പറ്റൂല, പക്ഷെ ക്ലൈമറ്റിക് ചേഞ്ച് പറ്റും. നമുക്ക് വാഗമൺ വെച്ച് കാണാം കേട്ടോ. ഇനി നമ്മൾ ഓരോ സ്റ്റോപ്പിൽ ഡയറക്റ്റ് വാഗമൺ. സോ ഞങ്ങളിതേ ഇപ്പോൾ ഇവിടെ അടുത്ത ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുക. ലഞ്ച് സ്കിപ്പ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ചായ കുടിക്കാൻ വൈകിട്ടായി. വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. മോഹനൻസ് ചായക്കട. ഇവിടെ മറ്റേ പഴംപൊരിയൊക്കെ കിട്ടുന്ന കടയാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെ, ഇവിടെ വന്നിരിക്കുക. ഇനി നമുക്ക് നല്ലൊരു ചായ കുടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇരിക്കാൻ സീറ്റില്ല. പഴമൊക്കെ നിരത്തി വെച്ചാൽ വേണ്ട. എന്ത് പറ്റി ചേട്ടാ? സ്ഥലമില്ലേ? വിശക്കണം. പക്ഷെ കാര്യമില്ലല്ലോ, വിശപ്പില്ല. പഴംപൊരി ബീഫ് കഴിക്കാം. ഇല്ല, നമ്മൾ പോണ വഴി എല്ലാം എക്സ്പ്ലോർ ചെയ്തേ പോളൂ. ഇല്ല, പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഉടനെ എത്തും. എത്തിയിട്ട് നമ്മൾ ആഘോഷിക്കും, ആനിവേഴ്സറി ആഘോഷിക്കും. എത്തോന്ന് പ്രതീക്ഷയുണ്ടല്ലോ. ഏതൊരു കടയല്ല ചേട്ടാ, ഫേമസ് കട മോഹനൻസ് ചായക്കട. മോഹനൻസ് ചായക്കട കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പക്ഷേ കാർത്തികേട്ടന്റെ വർഷം ഇതുവരെ എത്തിയിട്ടില്ല. എത്തും. പൊറോട്ടയ്ക്ക് വരല്ലേ? നീ പൊറോട്ടയ്ക്ക് വരല്ലേ? ഒരെണ്ണം പഴംപൊരി ബീഫ് എടുത്തോ, ഒരെണ്ണം പഴംപൊരി മാത്രം എടുത്തോ. ചോറ് സാമ്പാർ, മോര്. ഹായ് ഹായ്
മീറ്റ് ചെയ്യും. ഇനി നമുക്ക് വാഗമൺ. ഓക്കെ ബൈ. അടക്കട്ടാ. അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോണത് വാഗമൺ. ഇനി ഒരിടത്ത് സ്റ്റോപ്പില്ല. ഓക്കെ ബൈ. എല്ലാം ഉണ്ട്. ഒന്നും കാണാൻ വയ്യ, അതൊക്കെ മലയാണ്, പക്ഷെ ഫുള്ള് മഞ്ഞ് ഇവിടെ. ആ ഓ ഇപ്പൊ കിട്ടും ഫുള്ള് കോട. മഴയുണ്ട്, മഴ. ഗ്ലാസ് അടച്ചിട്ടില്ലെങ്കിൽ ഫുൾ മഴ. ചുരം ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്ക് എത്തും? ഹാഫ് ആൻ അവർ. കറക്റ്റ് 6:30. അവര് വന്നോണ്ടിരിക്കണം. സാധ്യതയുള്ളൂ. ഓൾറെഡി നമ്മൾ 7 മണിക്കൂർ ലേറ്റ്. നമ്മളൊരു പ്ലാൻ അനുസരിച്ച് നേരത്തെ എത്തേണ്ടതാണ്. എനിക്ക് ഇനി പറയാൻ പറ്റില്ല. ആസ് യൂഷ്വൽ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയത് ഈ 3 കോട്ടേജിലാണ് നമ്മൾ. അതിലാ രണ്ടാമത്തെ ആ വൈറ്റ് കണ്ടോ, അവിടെയാണ് അറേഞ്ച്. ഓക്കെ അടച്ചോ. നമ്മളിവിടെ എത്തി. നല്ല മഴ, പുറത്തിറങ്ങാൻ ഒരു നിർവാഹമില്ല. എന്തിന് കരയണ്? നമ്മൾ കാർ തന്നെ ഇരിക്കാം. മുകളിലോട്ട് നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം. ലഗേജ് കൊണ്ടുപോയിട്ട് ഇനി മുകളിലോട്ട് പോകുന്നത്. അവിടെ കണ്ട ലൈറ്റ് ഇട്ടേക്കണ അങ്ങോട്ട് പോവല്ലോ. ലൈറ്റ് ഇട്ടേക്കണ സ്ഥലത്ത് പോവല്ലോ. കഞ്ഞി അമ്മിച്ച് പൊഞ്ഞാനോ. നമ്മൾ പറഞ്ഞ വഴി ഒരുപോലത്തെ മങ്കി കപ്പ് വാങ്ങിച്ച് 2 പേർക്കും വെച്ച് കൊടുത്തു. ആ ഇല്ല ഇവിടെ ഒന്ന് സെറ്റ് ആകട്ടെ. അല്ല നമ്മൾ ഷോപ്പിംഗ് അല്ല, നന്ദു ചേട്ടൻ ഷോപ്പിംഗ്. പെട്ടി കൊണ്ടാണ് ഇവിടെ വന്നത്. കൂടെ അവര് 2 പെട്ടി, കൊച്ചിന്റെ പെട്ടി. എന്നിട്ട് ഇന്ന് ഡെക്കാത്തലോണിലും മറ്റേ ഫോറം വളരെ മനസ്സിലാവാത്തത് ഇവിടെ തണുപ്പില്ല. ചേട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ചെറിയ തണുപ്പ് പോലും പറ്റാറില്ല. മനസ്സിലായി? ഇനി തണുപ്പ് ഒരു എസിന്റെ തണുപ്പ് ഒരു കൂടെ ഇല്ല. രാവിലെ തണുക്കൂലേ? ചേട്ടനായി കേട്ടാ. എനിക്ക് ഞാൻ ഇത് ഇട്ടേക്കണോണ്ടാണ് ഞാൻ ഇങ്ങനെ നിക്കണത്. ഇല്ലെങ്കിൽ നല്ല തണുക്കും. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വേണ്ട, നിങ്ങളിത് ഉറങ്ങൂല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. എനിക്ക് നല്ല ഉറക്കം, എനിക്ക് സീരിയസ് ആയിട്ട് നല്ല ഉറക്കം വരണടാ. എനിക്ക് അറിയാടാ. എനിക്ക് ഇതിന്റെ വിഷമം മനസ്സിലായിരിക്കും. ഇന്നലെ രാത്രിയത്തെ ഡിന്നർ ഇന്ന് ഉച്ചയ്ക്ക് സുഖമായിട്ട് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ഫുൾ പരിപാടി ഇവിടെ അല്ലേ നമ്മള്. ശരി 9 മണിക്ക് കിടക്കാം. 9 മണിക്കല്ലേ? 10 മണിക്ക് 10 മണി 8 മണിക്ക് ഫിക്സ്. 10 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ നിനക്ക് ഏത് ഭാഷയാണ് മനസ്സിലാവാത്ത? എനിക്ക് നാളെ റണ്ണുള്ളതാണ് രാവിലെ. വിഷമം ഈ അവരുടെ അവരെല്ലാം റെഡിയാക്കി ഓ ബാ നമുക്ക് പഴം തിന്നാൻ പോവാം. വേണ്ട, ഞങ്ങൾക്ക് ചിപ്സ് മതിയെന്ന്. ഓ എങ്ങനെയുണ്ട് ചിപ്സ്? ഒരു കഷ്ടായിരിക്കും. ഇച്ചിരി കഴിച്ചോളൂ കേട്ടോ. അവന്റെ ചോറ് കഴിഞ്ഞില്ലേ? ചോറ് ചോറ് കഴിഞ്ഞല്ലോ. താങ്ക് യു. ഓ സ്നേഹം ഉണ്ടാവും.
എടുക്കാൻ പറഞ്ഞ ഇങ്ങനെ അതല്ല പറു അപ്പം മോൻ ചോറ് കൊടുത്തോളൂ ചിപ്സ് ഒക്കെ ചോറിന് വേണ്ടി എന്നെ വാങ്ങിക്കും 11ാം മാസത്തില് ചിപ്സ് നീ പഴം കൊടുക്കാറുണ്ടോ? പഴം കൊടുക്കാറുണ്ട്. നീ നെയ്യ് കൊടുക്കാറുണ്ടോ? നെയ്യ് എടുക്കാറുണ്ടോ? നിന്റെ കുഞ്ഞുനാളിൽ നീ ഒരുപാട് വാരി തിന്നത് തന്നെ ഒരു കൊടുക്കാനുള്ള പ്രായമായില്ലെന്ന്. അതെനിക്കറിയില്ല. ഒരു വയസ്സാവും. എന്റെ അവിടുത്തെ രുദ്രപ്പന് 1 വയസ്സ് കഴിഞ്ഞിട്ടാ വന്നത്. രുദ്രപ്പല്ലല്ല രുദ്രപ്പൻ. രുദ്രപ്പനോ? ഓ രുദ്രപ്പൻ. ഞാൻ വിചാരിച്ചു പല്ലിന് പേരെ കൊണ്ട് ആദ്യത്തെ പേര് രുദ്രപ്പൻ. അല്ല ഇവര് ഇത് തരിപ്പ് വന്നതേ ഉള്ളൂ, ഇനി വരണം. ഞങ്ങളെ എ ഫ്രെയിമിനകത്ത് കൊണ്ടുവന്ന് സോഫയിൽ ഇരുത്തിയിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ ഇവരെല്ലാം ഷൂട്ട് ചെയ്തു. ഇപ്പോഴത്തെ സമയം എത്രയെന്നോട് പറഞ്ഞു. ഉറങ്ങാൻ സമയം എന്ന് പറഞ്ഞാൽ 7:55. ഇതാണ് അവന്റെ ഉറങ്ങണ ടൈം. ആനിവേഴ്സറി ആയിട്ട് നാളെ ഒരു ഫുൾ ഡേ ഇല്ലേ നമുക്ക്? ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ ആനിവേഴ്സറി. നമ്മള് തിരുവനന്തപുരത്ത് നിങ്ങൾ ആനിവേഴ്സറി ആഘോഷിക്കും. നാളെ ഫുൾ ഡേ ഇല്ലേ? ഞങ്ങളുടെ ആഘോഷം ഇപ്പൊ തുടങ്ങും. നമുക്ക് ആരോഗ്യം ഇല്ലാത്ത പോലെ ആരോഗ്യം നമ്മളോട് ചോദിക്കണേ. അപ്പൊ എന്താണ് ആഘോഷം? ആഘോഷം വേറൊന്നുമില്ല. താഴെ പോയി ഡിന്നർ കഴിക്കുന്നു. നല്ല ആഘോഷം. വേണമെങ്കിൽ ഉറങ്ങാതിരിക്കാം. അപ്പൊ സംഭവം ചെയ്യണ നിങ്ങൾക്ക് ഇന്ന് ഉറക്കമൊന്നുമില്ല. അവിടെ നിന്ന് എടുത്തോ. എല്ലാരും പോയി കുളിച്ച് വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇതിനാണോ നിങ്ങൾ പോയത്? നിങ്ങൾക്കുള്ള കോസ്റ്റ്യൂമാണ് സാരി അവൻ കൊടുക്കാറിഞ്ഞൂടാ. കോട്ടൺ താഴെ മറ്റേ കാട്ടാവുന്ന പോയി കുളിച്ചിട്ട് റെഡിയായി വാ. നിങ്ങൾക്ക് ഉറക്കമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി വേണം വരാൻ. ഇന്ന് നിനക്ക് ഉറക്കില്ല. നാളെ 5 മണി വരെ ഉണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഈ ഡ്രസ് കിടന്ന് ഉറങ്ങിക്കോ. രാവിലെ നീ ഉറങ്ങുമ്പോ പലതും സംഭവിക്കും അവിടെ. നമുക്ക് ഒരു 8:30 മുമ്പെങ്കിലും ഫുഡ് കഴിക്കാം. നമ്മളെല്ലാം റെഡി ആയിട്ട് നല്ല സുന്ദരി സുന്ദരന്മാരാണ് ഇപ്പൊ വരും. ഞങ്ങളെ ഇവർ ഡ്രസ് ചെയ്യിപ്പിച്ച് ഇരുട്ടത്തൂടെ കൊണ്ടുപോവുകയാണ് കേസ്. ഇത്ര നേരത്തെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര നേരത്തെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ അടിപൊളിയാട്ടോ. ഞാൻ ആക്ച്വലി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ചൊന്ന് ഞങ്ങള് കുറച്ച് റിയാക്ഷൻ അങ്ങനെ മക്കളെ ഞാൻ കണ്ടില്ല. എന്തൊരത് എടാ എന്തൊരത് ഏതാണ് സർപ്രൈസ്? എന്റെ പൊന്നേ, ഇതെന്താടി ഒന്നുകൂടെ കല്യാണം കഴിപ്പിക്കാൻ പോണ ഞങ്ങളാ? ഇല്ല അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഇത് എന്താണ് ഇതൊക്കെ? ഇതെന്താ ഒരു ജാഥയൊക്കെ അവിടെ? അതിന്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്ത് 2 സൈഡിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അരളിപ്പൂവൊക്കെയോ? അരളിപ്പൂ റോസ് റോസിനെ കണ്ടിട്ട് അരളിപ്പോന്ന് പറയാമോ? റോസായിരുന്നല്ലേ? റോസാപ്പൂ. ഞങ്ങളുടെ ചെരുപ്പ് എടുക്കല്ലേ, ബാക്കിയെല്ലാം എടുത്തോളാം. അത് ഉറപ്പായിട്ടും എടുക്കും. പോക്കോ അതാണ് നമുക്ക് ആവശ്യം. വേറെ ഇല്ല. ഞങ്ങളുടെ മുകളിൽ ഇത്രയും സാധനം തന്നല്ലോ നിനക്ക്. താഴത്തെ അത് കുഴപ്പമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ട്. അത് ബെർക്കിൻ സ്റ്റോക്കാണ്. ഇതിന്റെ കൂടെ അത് പച്ച ഇറക്കി ഭയങ്കര ഇതായിപ്പോ കേട്ടാ. എടാ ഈ മലയുടെ മുകളിൽ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ കൊണ്ടുവന്നുള്ളതാണ് ആദ്യത്തെ എന്റെ ചോദ്യം. എടാ അടിപൊളി.
എന്റെ എടി പാറു, നീ എന്റെ റിയാക്ഷൻ എനിക്ക് തന്നെ ഒന്ന് തന്നേക്കണേ. ഇല്ല, അതിന് മുമ്പ് വേറെ റിയാക്ഷൻ ഉണ്ട്. പക്ഷെ അത് എനിക്ക് പറ്റില്ല. അല്ല, അതവൾ എടുത്തില്ലേ? എല്ലാം എടുത്തിട്ടുണ്ട്. ആ, ഓക്കേ. കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എടാ, ഇത് ഭയങ്കര അടിപൊളി കേട്ടാ. ഇവരെ തന്നെ മുറിക്കാം. നല്ല കേക്ക്. അതിനുശേഷം വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. ഇവരുടെ കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു ടൈം, കല്യാണത്തിന് ശേഷമുള്ള ടൈം എല്ലാം നിങ്ങൾ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം അവരുടെ മുന്നിൽ പ്ലേ ചെയ്തപ്പം അവർ വളരെയധികം ഇമോഷണലായി. അതുപോലെ തന്നെ കണ്ടു നിന്നവർക്കും അതൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ഇതെല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓഡിയോ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യാത്തത്. അതിനുശേഷം എല്ലാവരുടെയും വിഷസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മൊമെൻറ്റ് വളരെ സ്പെഷ്യലാണ്, എല്ലാവർക്കും സ്പെഷ്യലാണ്. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി ഫോർ ബോത്ത് ഓഫ് ദം. ഇങ്ങനെ തന്നെ ലൈഫ് ലോങ് ഇരിക്കട്ടെ. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വാഗമൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.